ഹലോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗിഫ്റ്റ്സ് കാണിച്ചു തരാൻ വന്നതാണ്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയതും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയതുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബൊക്കെ ന്യൂ ഇയർ വിഷസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരുന്നു കേട്ടോ. പേരൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് ആരയച്ചത് എനിക്കറിയാം. അവരുടെ പേര് ഒരിക്കലും ഇവിടെ മെൻഷൻ ചെയ്യരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പറയുന്നില്ല. പിന്നെ ക്രിസ്മസ് ആയപ്പോൾ ഈവ് സെൻ ലോറൻ്റെ ഒരു പെർഫ്യൂമും അതിൻ്റെ കൂടെ ലിപ്സ്റ്റിക്കും വരുന്നൊരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പെർഫ്യൂം പോലെ തന്നെ അതിൻ്റെ ലിപ്സ്റ്റിക്കിനും നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈവലൈൻ്റെ ഒരു ബ്രേസ്ലെറ്റാണ് സ്വറോസ്കിയുടെ. എൻ്റെ ഒട്ടുമിക്ക വീഡിയോ ശ്രദ്ധിച്ചാലും അറിയാം, ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഈവലൈൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാവും. ഇത് ഞാൻ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് തന്ന ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഹാമ്പറാണ് കേട്ടോ. ഒരു സ്പാർക്ക്ലിംഗ് വൈൻ, ഒരു ഒലീവ് ഓയിൽ ഉണ്ടായിരുന്നു, പിന്നെ പത്രോൻ്റെ ഒരു ടെക്കീലേൻ്റെ മിനിയേച്ചർ. ഈ വർഷം മുതൽ ഞാൻ ആൽക്കഹോളിൻ്റെ മിനിയേച്ചേഴ്സ് കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരു ഇറ്റാലിയൻ ബ്രെഡ് ഉണ്ടായിരുന്നു, പനത്തോണി. പിന്നെ അവിടുത്തെ ഓണറിൻ്റെ നായ്ക്കുട്ടിയുടെ ഒരു ഗ്രീറ്റിംഗ് കാർഡും. ഇത് ലേക്സ് ജിന്നിൻ്റെ ക്രിസ്മസ് ക്രാക്കേഴ്സിൻ്റെ ഷേപ്പിൽ വരുന്ന 4 ജിന്നാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ക്രിസ്മസ് കാർഡും ഉണ്ടായിരുന്നു. ഇതെന്തായാലും ഭയങ്കര തോട്ട്ഫുൾ ഗിഫ്റ്റായിരുന്നു. കാരണം ഈ ഇടയാണ് ഞാൻ മിനിയേച്ചേഴ്സിൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും എനിക്കൊരു ജിന്നും പിന്നെ ഒരു ടെക്കീലയും ആയി. പിന്നെ ഇത് 4ഉം സെയിം ഫ്ലേവേഴ്സ് ആയിരുന്നു കേട്ടോ. ക്ലാസിക് തന്നെയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് 4ഉം 4 ടൈപ്പ് ആയിരിക്കുന്നു. ഇത് ശരിക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നതാണ്. ഒരു പവർ മൂൺ എന്ന് പറഞ്ഞൊരു ബുക്കും പിന്നെ കുറച്ച് കാർഡ്സും പിന്നെ ഒരു ക്രിസ്റ്റലും. ഇതിനി വായിച്ച് നോക്കിയിട്ട് എന്താണെന്ന് നോക്കണം. ഇത് പ്രൊമോഷനൊന്നും വേണ്ടിയിട്ടല്ല, അവർ ജസ്റ്റ് എനിക്ക് ഫോളോ ചെയ്തപ്പോൾ അയച്ചതെന്താ. ഡെലിവറിങ് ഫോർ സമ്മൺ വെരി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചോക്ലേറ്റിൻ്റെ ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ആരാ അയച്ചതെന്ന് എനിക്ക് ഇതേവരയ്ക്കും മനസ്സിലായിട്ടില്ല. ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് വന്നൊരു ഗിഫ്റ്റാണിത്. എല്ലാ ഗിഫ്റ്റ്സും അങ്ങനെ തന്നെയാണ്, എന്നാലും ഇതിനെന്തോ ഒരു സ്പെഷ്യലുണ്ട്. കാരണം എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച് സർപ്രൈസ്ഡ് ആക്കിയുള്ള ഒരു ഗിഫ്റ്റാണിത്. കാരണം ഇതിനകത്തുള്ള സാധനം ഞാൻ ഈ ലണ്ടൻ മൊത്തം തിരഞ്ഞിട്ടും കിട്ടാത്തൊരു കാര്യമായിരുന്നു. ഈ വീഡിയോയുടെ ഫസ്റ്റിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പേരൊരിക്കലും പറയരുതെന്ന് പറഞ്ഞുള്ള ഒരാളെ കുറിച്ചിട്ട്. അവർ തന്നെയാണ് ഇതും തന്നിട്ടുള്ളത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ. ആ വളരെ കുറച്ച് പേരിൽ ഒരാളാണത്. എൻ്റെ ഒരു വെൽവിഷർ എന്നൊക്കെ പറയാം. എൻ്റെ എല്ലാ സ്പെഷ്യൽ ഒക്കേഷൻസിനും എൻ്റെ ബർത്ത്ഡേസിനും ഒക്കെ എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടാറുണ്ട്. ഈ ഗിഫ്റ്റ് കണ്ടാൽ തന്നെ അറിയാം അവർ എത്രത്തോളം സ്നേഹത്തോടെയാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളതെന്ന്. കാരണം കുറേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി നമുക്ക് കാണാം അത്. പക്ഷെ എപ്പോൾ ഗിഫ്റ്റ്സ് അയക്കുമ്പോഴും എന്നോട് ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, പേരൊരിക്കലും എവിടെയും മെൻഷൻ ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ ശരി, വേറൊരു വീഡിയോയിൽ കാണും. ബൈ.